കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് ടെക് മലയാളത്തിൽ ഒരു ബ്രൗസറിനെ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ബ്രൗസറാണിത്. സാധാ ഉള്ള ബ്രൗസേഴ്സിനെ പോലെയല്ല. നിങ്ങൾ ഈ ഒരു ബ്രൗസർ യൂസ് ചെയ്ത് എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു, എന്തൊക്കെ കാണുന്നോ വായിക്കുന്നോ അതിനനുസരിച്ച് പോയിന്റ്സ് എടുത്ത് വെച്ച് പിന്നെ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പോയിന്റ്സ് ഒക്കെ തന്നെ ഒരുപാട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ബ്രൗസിങ്ങിൽ തന്നെ പേഴ്സണലൈസ്ഡ് സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. നിങ്ങൾ എന്ത് കാര്യമാണോ കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ആ കാര്യം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ബുക്ക് മാർക്സ് ഒക്കെ സാധാ മറ്റ് ബ്രൗസേഴ്സിലുള്ള പോലെയാണ്. ഇതിന് ഈ ഇത്രയും അധികം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഈ ഒരു ബ്രൗസർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. ഈ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ആപ്പിൻ്റെ പേര് എംസെൻറ്റ് ബ്രൗസർ സ്മാർട്ടർ ബ്രൗസിംഗ് എന്നാണ്. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്പ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഞങ്ങളിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എംസെൻറ്റ് ബ്രൗസർ സ്മാർട്ട് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കാണാം. അത് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. അതൊരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് നമ്പറാണോ മൊബൈലിൽ ആഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു നമ്പറിലേക്ക് വെരിഫിക്കേഷൻ കോഡ് ട്രാൻസ്ഫർ ആവും. നിങ്ങൾക്ക് ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരുന്ന ആ ഒരു വെരിഫിക്കേഷൻ കോഡ് വെച്ചിട്ടാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്രൗസറിന് നിങ്ങളുടെ ഫോണിൽ പെർമിഷൻ ആവശ്യമാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പെർമിഷൻ ചോദിക്കും. അവിടെ പെർമിറ്റ് യൂസേജ് ആക്സസ് എന്നുള്ള ഭാഗത്തിൽ ഓൺ ചെയ്തിട്ട് പെർമിഷൻ നൽകുക. ഇപ്പോൾ ഈ ഒരു ബ്രൗസർ ഓപ്പൺ ആയിട്ട് വരികയാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 239 പോയിൻറ്റ്സ് ഓൾറെഡി കളക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അങ്ങനെ ഒരുപാട് സൈറ്റ്സ് കാണാം. ആ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ ജസ്റ്റ് കയറി ബ്രൗസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോസ് യൂട്യൂബിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ആഡ് ആവും. ഇപ്പോൾ 239 പോയിൻറ്റ്സ് ആണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. താഴെ കാണുന്നുണ്ട് 1000 പോയിൻറ്റ്സ് ആവുന്ന സമയത്താണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് മാറ്റാൻ വേണ്ടി സാധിക്കുക. വ്യൂ മൈ അക്കൗണ്ട് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോയിൻറ്റ്സ് അതുപോലെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അവിടെ റീചാർജ് എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ട്, അവൈലബിൾ റീചാർജ്, അതിൽ 10 രൂപയുടെ ടോക്ക് ടൈം വരുന്നുണ്ട്. അതുപോലെ 60 MB 3G ഡാറ്റ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഓഫേഴ്സ് ഇങ്ങനെ കാണാം. ആ ഒരു ഭാഗത്ത് നമ്മൾ പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നതിനനുസരിച്ച് അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും റീചാർജിലേക്ക്. ഇപ്പം നമ്മുടെ പോയിൻറ്റ്സ് 0 ആണ്. ആ 0 എന്നുള്ള പോയിൻറ്റിൽ നിന്ന് ഇനി നമ്മൾ ഏൺ ചെയ്ത് തുടങ്ങണം. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഈ 239 പോയിൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് ആ പോയിൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. യൂട്യൂബിൽ ഈ ഒരു ബ്രൗസർ യൂസ് ചെയ്തിട്ട് യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 1039 പോയിൻറ്റ്സ് ആണ് നമ്മൾ കളക്ട് ചെയ്തതായിട്ട് ഉള്ളത്. 1000 പോയിൻറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ മുതൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ 1039 പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ടു മൈ അക്കൗണ്ട് എന്നുള്ള ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ 1 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഡൺ എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. 1000 പോയിൻറ്റ്സ് മാറി ബാലൻസ് ഉള്ള 39 പോയിൻറ്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കൂടുതൽ ബ്രൗസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പോയിൻറ്റ്സ് വീണ്ടും കൂടും. അതിനുശേഷം അക്കൗണ്ടിലേക്ക് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. വ്യൂ മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാം 1 രൂപ ക്രെഡിറ്റ് റെസീപ്റ്റ്. 1 രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. റീചാർജ് എന്നുള്ള പോർഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ എമൗണ്ട് വരുമ്പോഴും എന്തൊക്കെ റീചാർജസ് ആണ് അവൈലബിൾ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ വെറും 4 വീഡിയോസ് കണ്ടപ്പോഴാണ് 1000 പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അപ്പം ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ തൗസൻഡ്സ് ആക്കി പോയിൻറ്റ്സ് ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും. നന്നായിട്ട് നെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ കുറേ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്രൗസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ സാധാ യൂസി പോലുള്ള ബ്രൗസേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ വീഡിയോസ് കാണാം, മറ്റ് വെബ്സൈറ്റിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ഈ ബ്രൗസർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കുക.
ഇതുപോലത്തെ ഒരുപാട് ആപ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ബ്രൗസർ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പം നിങ്ങൾക്ക് ഇനി മുതൽ യൂട്യൂബിലെ വീഡിയോസ് കാണുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലെ കാര്യങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ പോയിന്റ്സ് ആക്കിയിട്ട് ആ പോയിന്റ്സ് റീചാർജ് ചെയ്തിട്ട് മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നും അല്ലേ. അപ്പം ഞങ്ങളിത് യൂസ് ചെയ്ത് നോക്കി, ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ആപ്പായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി, വെബ്സൈറ്റ് നമുക്ക് നേരിട്ട് ഹോം സ്ക്രീനിലേക്ക് ഷോർട്ട് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഈ ബ്രൗസർ യൂസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ബ്രൗസറിനെ കുറിച്ച്, ഞങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ